ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോൺ സ്ക്രാച്ച് ഡിഷ് വാഷ് ക്ലോത്തിൻ്റെ വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ തീർന്നത് കൊണ്ട് ഞാൻ വീണ്ടും ആ ഒരു സെയിം പ്രൊഡക്റ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു റീയൂസബിൾ ക്ലോത്താണ്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങളും കഴുകാൻ പറ്റും, ഒട്ടും തന്നെ സ്ക്രാച്ച് ഒന്നുമില്ലാതെ. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ടൈൽസ് ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണെന്ന്. അപ്പോൾ ഞാൻ ഇത് വെച്ച് ടൈൽസ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കി. ടൈൽസൊക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ, കിച്ചണിലെ സിങ്ക്, ബാത്റൂമിലെ പൈപ്പ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനും ഇതുകൊണ്ട് വളരെ എളുപ്പമാണ്. ഈ ഒരു പ്രൊഡക്റ്റ് റീസ്റ്റോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട്. അപ്പോൾ ആമസോൺ വഴിയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഓർഡർ പാക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഇത് 10 പീസിൻ്റെ ഒരു പാക്കറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇത് ആമസോണിലും മീഷോയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഓർഡർ വന്നാൽ നമ്മളിത് പാക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഡിഷ് വാഷ് ക്ലോത്ത് എടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യും. ആദ്യം തന്നെ ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പാക്കിങ് തുടങ്ങുന്നത്. അങ്ങനെ ചെക്ക് ചെയ്ത ശേഷം നമ്മൾ 10 എണ്ണത്തിൻ്റെ ഓരോ സെറ്റാക്കി വെക്കും. അതിനുശേഷം വീണ്ടും അത് ഓരോ സെറ്റും 10 എണ്ണം ഇല്ലേ എന്ന് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തും. ചിലതിൻ്റെയൊക്കെ സൈഡിൽ ചെറുതായിട്ട് ഇതുപോലെ അങ്ങ് പിന്നിപ്പോയിട്ടുണ്ടാകും. ഇതുപോലുള്ള പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ സെയിൽ ചെയ്യാറില്ല, അതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 10 എണ്ണത്തിൻ്റെ ഓരോ സെറ്റാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് പാക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഓർഡറിനനുസരിച്ചിട്ട് താങ്ക് യു നോട്ടും ഇൻവോയ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഒക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ സെറ്റിലും നമ്മൾ ഇതുപോലെ താങ്ക് യു നോട്ടും ഇൻവോയ്സും ഷിപ്പിംഗ് അഡ്രസ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ താങ്ക് യു നോട്ടിൽ എഴുതിയ പേരും അതുപോലെ ഷിപ്പിംഗ് അഡ്രസ്സിലും ഇൻവോയ്സിലുള്ള പേരും ഒക്കെ ഒന്ന് തന്നെ ആയിരിക്കണം. അതായത് ഒരാളുടെ അഡ്രസ്സ് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. താങ്ക് യു നോട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു താല്പര്യത്തിന് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി മാത്രം വയ്ക്കുന്ന ഒന്നാണിത്. താങ്ക് യു നോട്ടും ഇൻവോയ്സും ആണ് നമ്മൾ ഈ ഒരു പാക്കിങ്ങിനകത്ത് വെക്കുന്നത്. ഷിപ്പിംഗ് അഡ്രസ്സ് പാക്കിങ്ങിൻ്റെ പുറത്താണ് സാധാരണ സ്റ്റിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഷിപ്പിംഗ് അഡ്രസ്സ് വെക്കുന്നു എന്നേ ഉള്ളൂ. കാരണം ആ ഒരു കസ്റ്റമറിനെയും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. കാരണം നമുക്ക് കുറേ ഓർഡറുകളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻവോയ്സും ഷിപ്പിംഗ് അഡ്രസ്സും മാച്ച് ചെയ്ത് കണ്ടുപിടിക്കൽ കുറച്ചൊരു പണിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സെറ്റിൻ്റെ ഇൻവോയ്സും ഷിപ്പിംഗ് അഡ്രസ്സൊക്കെ ഒരുമിച്ച് വെച്ചാൽ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷിപ്പിംഗ് അഡ്രസ്സ് മാത്രം മാറ്റി വെച്ച് ഇൻവോയ്സും പ്രൊഡക്റ്റും എല്ലാം കൂടി അങ്ങ് പാക്ക് ചെയ്യും. എന്നിട്ട് ആ പാക്കിന് മുകളിലായിട്ട് ആ ഷിപ്പിംഗ് അഡ്രസ്സ് അങ്ങ് വയ്ക്കും. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഒരു തവണ കൂടി ഇതൊന്ന് കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുമ്പോൾ ഞാൻ മിനിമം ഒരു 3 തവണയെങ്കിലും കൗണ്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നും ചെക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഡാമേജ്ഡ് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്താതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു ഓർഡർ പാക്ക് ചെയ്യാനായി 10 എണ്ണത്തിൻ്റെ സെറ്റിന് അകത്തായിട്ട് താങ്ക് യു നോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് മടക്കി ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. എല്ലാ പാക്കിംഗ് മെറ്റീരിയലും നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമ്മൾ മടക്കി വെച്ച് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഓർഡറിൻ്റെ ഇൻവോയ്സ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ സീല് ഇതുപോലെ ഒന്ന് മാറ്റാം. ഈ സീൽ ഇതുപോലെ അങ്ങ് മാറ്റിയതിന് ശേഷം മടക്കി അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് അവിടെ ഒട്ടിക്കിടക്കും. അപ്പോൾ ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്തു. ഇനി ഇത് നമുക്ക് ഇതുപോലെ കൊറിയറൊക്കെ പാക്ക് ചെയ്യുന്ന പോളിത്തീൻ കവറിൽ കൂടി ഒന്ന് പാക്ക് ചെയ്യാം. ഈ ഒരു പോളിത്തീൻ കവറിൻ്റെ സീല് കൂടി ഇതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതുപോലെ മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതവിടെ നന്നായിട്ട് അങ്ങ് സ്റ്റിക്ക് ആയിക്കൊള്ളും.
ഇനി ഇത് കറക്റ്റായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമുക്കൊരു സെല്ലോ ടേപ്പ് വെച്ച് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതാ ഷിപ്പിംഗ് അഡ്രസ്സ് ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ആമസോൺ ലേബലുള്ള ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. ആമസോൺ ലേബലുള്ള സെല്ലോ ടേപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും സാധാരണ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അതൊരു ആമസോൺ പാർസലാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഓർഡറും ഒരുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോന്നും ആരുടേതാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഇൻവോയ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിപ്പിംഗ് അഡ്രസ്സ് കൂടി നമ്മൾ ആ ഒരു പാക്കറ്റിൻ്റെ കൂടെ അടുത്ത് തന്നെ വയ്ക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആമസോൺ പാർസൽ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിന് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഈ ഒരു പാക്കറ്റ് തന്നെ നന്നായിട്ട് ഒട്ടിക്കിടക്കുന്നുണ്ട്. ഇനി ഷിപ്പിംഗ് അഡ്രസ്സ് നമുക്കിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് നമ്മൾ ഇതുപോലെ സ്റ്റിക്കർ പേപ്പറിൽ വേണം പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിക്കർ പേപ്പറൊക്കെ നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നമുക്ക് നമ്മുടെ സാധാരണ പ്രിൻ്റർ വെച്ച് ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു ഓർഡർ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്കിംഗ് അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തേക്കുള്ള കുറച്ച് ഓർഡേഴ്സ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി കൊറിയർ സർവീസുകാർ വന്ന് ഇത് പിക്കപ്പ് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ കയറി വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.